ഹലോ, അസ്സലാമു അലൈക്കും. ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇനി കട്ട് ചെയ്യല്ല പരിപാടിയാണ്, മറ്റൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ലെയറാക്കി ഉണ്ടാക്കി റെഡിയാണ്, സാധനം റെഡിയാണ് അല്ലേ. 3 8 റെഡിയാണ്, 8 9 ഉണ്ട്, 10 ഉണ്ട് മൊത്തം. റെഡി. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഇങ്ങനെ കട്ടിങ് കഴിഞ്ഞ ഏകദേശം മൊത്തം 8 പീസ് വരും കേട്ടോ. നേരത്തെ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കാണിക്കാമോ. അത് ബാക്കിയുള്ള കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇനി സ്കൂൾ തുറക്കോളം അങ്ങനെ തട്ടിമുട്ടി കട്ട് ചെയ്ത് പിടിച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ. അപ്പോൾ എന്നാലും നമുക്ക് ഐറ്റം മാറും. നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ കൂടി വിട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കട്ട് ചെയ്ത് 8 ആകുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാം. കട്ടിങ് ഇപ്പോൾ അയച്ചാലും ബുദ്ധിമുട്ടാണ്, ചെറിയതും വലുതാവും പീസ്. അതിനെല്ലാവരും നോക്കണം, എടുക്കണമല്ലോ എല്ലാവരും വലുതെടുക്കുള്ളൂ, ചെറുതെടുക്കണം. എല്ലാവർക്കും വലുതിനോടല്ല താല്പര്യം. ശരിയാവും. എന്തെല്ലാം ഏർപ്പാടുകൾ ആൾക്കാർ നോക്കുന്നുണ്ട്. ഏർപ്പാട് ലെവലായി കിട്ടുന്ന കുറച്ച് പണിയാണ്. ഞാനിപ്പോൾ വേറെ കടടാത്തിന് ഉദ്ദേശം എന്താ, കച്ചവടം കുറവാണ് എല്ലാവർക്കും. നമ്മൾ കച്ചവടം കടടാൻ പറ്റിയിട്ടല്ല, ഇവിടെ സാധനങ്ങളൊക്കെ റെഡിയാണ്. റൂം ഇട്ടാണ് അവിടെ കൊണ്ടുപോയി സാധനങ്ങൾ സെറ്റാക്കിയാൽ മതി. പക്ഷെ എന്തുകൊണ്ടാണ് ഇടാത്തത്? കാരണം നെല്ലിപ്പറമ്പിൽ നിന്ന് നമ്മളെ ഏരിയ നോക്കത്തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഈ കടകളിലൊക്കെ മെഷൽ ഹാലാണ്. മെഷൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരു ബറാബറിൽ ഇങ്ങനെ പോവുകയാണ്. ആര് പൂട്ടാതെ പോട്ടെ ഇതിനൊക്കെ ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും നമുക്ക് അറിയണോണ്ട്, ബിസിനസ് ഈ കച്ചവടത്തിനെ പറ്റി നമുക്ക് അറിയണോണ്ട്, നമ്മളോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളോട് പറയണോണ്ടും നമുക്ക് മനസ്സിലാവും. ഒരുപാട് കട പൂട്ടിക്കണം, ഒരുപാട് കട തുറക്കുന്നുണ്ട്. എന്നാൽ തുറക്കണോടെ നമ്മൾ തുറക്കണ്ട, ഇങ്ങനെ മോശം കയറുന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ കമ്പത്തിൽ തുറക്കുകയായിരുന്നു. അപ്പോൾ തുറന്നാണ്ടത് പിന്നെ കച്ചവടം വരുമല്ലിനൊക്കെ നമ്മളെ ഇതിൻ്റെ വരെ റിസ്ക് അല്ലല്ലേ. അപ്പോൾ റിസ്ക് അല്ലെന്നാണ് ആ ദരിശനത്തിൽ തുടങ്ങുക, തവക്കലത്ത് വരല്ല. അങ്ങനെ തുടങ്ങുകയാണ് നമ്മൾ ഓരോ കടകളും. പക്ഷെ തുടങ്ങി ഇപ്പം ഞാനടക്കം തുടങ്ങി, പല കടകളും തുടങ്ങി. പക്ഷെ എന്താണ്, നമ്മൾ വിചാരിച്ച മാതിരി കച്ചവടം കിട്ടിയില്ലെങ്കിൽ നമുക്കത് നികത്താൻ കഴിയില്ല. വാടക, കറണ്ട് ബില്ല്. അപ്പോൾ അതുകൊണ്ട് കട ഇടുന്നോലെ ഓർമ്മക്കും വേണ്ടി പറയണം, നല്ല ശ്രദ്ധിച്ച് കടക. നമുക്ക് അനുഭവം ഉണ്ടായിട്ട് പറയണമല്ലോ. മറ്റുള്ളവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരണ്ടേ. പൈസ ഉണ്ടെങ്കിൽ കഴിയുന്നതും സൂക്ഷിച്ച് ചിലവാക്കുക. ഏർപ്പാട് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ ഒരിക്കലും ഇടണ്ടെന്ന് നമ്മൾ പറയില്ല. കാരണം അവനവൻ്റെ ആഗ്രഹം പോലെ ഒരു കട ഇടണമല്ല. അപ്പോൾ നമ്മൾ മുടക്ക് പറയാൻ പാടില്ല. ഗൾഫിൽ പോകണവൾ പോകണ്ടെന്ന് നമ്മൾ പറയില്ല, ഗൾഫിൽ പോകണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളൊക്കെ ലീവിൽ വന്നാൽ, ഗൾഫിൽ നിന്ന് വന്നാൽ അപ്പം ചോദിച്ചു എത്ര മാസം ലീവുണ്ട് ചോദിച്ചു. അത് നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം വന്നിറങ്ങി പിറ്റേന്ന് തന്നെ നമ്മൾ എത്ര ലീവ് ഉണ്ടെന്ന് ചോദിച്ചു. കാരണം നമ്മൾ പോകുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അത് എല്ലാ ഗൾഫുകാരും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ ആൾ വന്ന് നമ്മളും ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നാട്ടിലാണെങ്കിലും ലീവ് ഉണ്ടോ എന്ന് ചോദിക്കും. ചോദിക്കാൻ പാടില്ല, എന്നാലും ലീവ് ഉണ്ടോ എന്ന് ചോദിക്കും. ലീവിലാണോ, നിർത്തി പോകുന്നതാണോ, അതല്ല ഏർപ്പാട് നോക്കുകയാണോ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ 6 മാസം ലീവ് പറയും ചിലവിൽ അറിഞ്ഞ് പോകണില്ലാരും. എന്ത് ഏർപ്പാട് നോക്കണം എന്നൊക്കെ പറയും. പലതും പല ആൾക്കാരെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു ഐഡിയക്ക് വന്ന് നമ്മളിവിടെ കച്ചവടം തുടങ്ങാമെന്നില്ല
റെഡിയിൽ നമ്മൾ പോകുന്നതായിരിക്കും നാട്ടിലേക്ക്. പക്ഷേ ഇവിടെ വന്ന് കച്ചവടം നമ്മൾ ചെയ്യണമെങ്കിൽ ഞാൻ 5-6 കൊല്ലമായി ഇവിടെ നാട്ടിൽ ഓരോരോ പരിപാടി നോക്കും, ഒന്നും സെറ്റായില്ല. അപ്പോഴും നമ്മൾ ഈ ക്യാൻറ്റീൻ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഏർപ്പാട് നിലക്ക് പോകാം. അങ്ങനെ സെറ്റാണെങ്കിൽ ഒരു ടൈം എടുക്കും. കാരണം അവിടുത്തെ പറ്റിയും കച്ചവടം കണക്കൂട്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ പൈസ നമുക്ക് നഷ്ടപ്പെടുന്നല്ലാതെ അവിടുത്തെ അളവിൽ ഇവിടെ അളക്കാൻ പറ്റില്ല. ഇവിടെ റുപ്യക്ക് 1 റുപ്യ തന്നെ ഉള്ളൂ. അവിടെ ഒരു റിയാലിന് നമുക്ക് 22 റുപ്യ 23 റുപ്യ കിട്ടും. ആ ഒരു മാറ്റമുണ്ട്. ഏതായാലും ഏർപ്പാടുകൾ അങ്ങനെ ആൾക്കാർ ഇടുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്, പൂട്ടുണ്ട്. അപ്പോൾ ഗൾഫിൽ പോകുന്നവരോട് നമ്മൾ പോകണ്ട നമ്മൾ പറയില്ല, ഒരു പോട്ടെ ഒന്നാകട്ടെ. ചില വേറെ നസീബ് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും ഒരേമാതിരി ആവില്ലല്ലോ നസീബ്. നല്ല വർക്കത്തില്ല ജോലിയും കാര്യം കിട്ടുകയാണെങ്കിൽ അതിമൊക്കെ വെച്ചലാകട്ടെ. ഒക്കെ നമ്മളൊക്കെ ഗൾഫ് 10-16-17 കൊല്ലം നിന്നാണ്. ഗൾഫ് കൊണ്ട് മെച്ചമല്ല എന്ന് ആരും പറയില്ല, കാരണം ഗൾഫ് കൊണ്ട് മെച്ചമുണ്ട്. പിന്നെ എന്താണ് നമ്മളെല്ലാം അവിടെ കിട്ടണം എന്ന് നടക്കുമോ? അങ്ങനെ നടക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ക്ഷമിക്കുക. നമുക്കൊരു വീട് അതേമാതിരി കുട്ടികളെ കെട്ടിച്ച് അങ്ങനത്തെ സംഗതികളൊക്കെ റെഡിയാവും. പിന്നെ സമ്പാദിച്ച് പണക്കാരനാണ് നടക്കൂല അല്ലേ? ഇപ്പം ശ്രീനിവാസ് സമ്പാദിച്ച് ഒരു പണക്കാരനാകാൻ കഴിയില്ല. അപ്പോൾ ഒരു പണക്കാരനെ നമുക്ക് അവിടെ പൈസ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മൾ പാവപ്പെട്ട നമ്മളെ പോലത്തെ ആളുകൾക്കൊന്നും ഗൾഫ് പോയാൽ ഒരു ഉയർച്ച ഇല്ലാത്തതിൻ്റെ കാരണം നമുക്കിവിടെ ഇഷ്ടംപോലെ ബാധ്യതകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ പോയാൽ ബാധ്യതകൾ കൂടുകയുള്ളൂ, കുറയില്ല. അനുഭവങ്ങൾ നമ്മൾ പറയണം കേട്ടോ. ഈ ബാധ്യതകൾ കൂടുന്നത് കാരണം നമുക്ക് 1200 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നമ്മൾ 1500 നാട്ടിൽ കേൾക്കും. അപ്പോഴും നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാരെ വിചാരം എന്താണ്, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്, നമ്മൾ മാസം 10 റുപ്യ 15 റുപ്യ അയക്കുന്നുണ്ട്, നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് അയക്കുന്നതെന്നാണ് ആൾക്കാർ വിചാരം. എല്ലാ മലയാളികളും എല്ലാ ഗൾഫുകാരും അവസ്ഥ തന്നെയാണ്. ഞാൻ അവരെ പരിധിയിലെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെന്ത് ചെയ്യണം, അടുത്ത മാസമെങ്കിലും ഒരു 5 റുപ്യ നമ്മുടെ കയ്യിൽ വരുമല്ലോ എന്നുള്ള നിൽക്കാണ് ഈ മാസം നമ്മൾ കടം വാങ്ങിയുടെ കടം കിട്ടും. ഇനി അടുത്ത മാസം വെക്കണ്ടാറ്. അങ്ങനെ ഓരോ സംഗതികളും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ നമ്മളത് 2 വർഷമായി, നമ്മൾ അറിഞ്ഞില്ല. 2 വർഷം നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെ പോകുന്ന 2 വർഷമായി. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു, അതിന് കണക്കും കാര്യം ഉണ്ടാവില്ല. ആ ചെയ്തിന് കണക്കുണ്ടാവില്ല. നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ആൾക്കാർ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കുള്ളൂ. നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മൾ ടിക്കറ്റിന് കൂടി കടം വാങ്ങിയിട്ടാലും പോരുക. പിന്നെ നാട്ടിൽ 6 മാസം എങ്ങനെ നിൽക്കും, അതിനും കടം വാങ്ങും. മൊത്തത്തിൽ കടം വാങ്ങണ ഒരു പരിപാടിക്കാണ് നമ്മളടുത്ത് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരിയത്തോലെ നോക്കണ്ടെന്നല്ല, എല്ലാവരും നോക്കണം. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷേ ഇങ്ങനെ സംഗതികളൊക്കെ നമ്മൾ വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. അതാണ് പറഞ്ഞു തരുന്നത്. കയ്യിൽ എന്തെങ്കിലും ചില്ലറ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ഇറക്കിയാണ്ട് അത് 1-2 അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് എനിക്കും എൻ്റെ ചങ്ങന്മാർ 2-3 ആൾക്കാർ ഒക്കെ ഇതിലിറങ്ങിയാണ്ട് ബിസിനസ് കുടുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അത്രയും നമുക്ക് പറയാൻ. ഇതുപോലെ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളമാതിരി എന്തെങ്കിലും പരിപാടി നമ്മൾ തുടങ്ങിയാണ്ട് അതിന് റിസ്ക് ഇല്ല. കാരണം ഇത് നമുക്ക് കിട്ടിയില്ല നമ്മളെ പരി വെച്ചിട്ടുണ്ടാക്കും, ഒന്ന് വാടക കാണണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. എല്ലാവർക്കും ബോറടിച്ചും തോന്നുന്നു അല്ലേ? ഞാൻ പോയി കാട് കയറി ഗൾഫിലെത്തി, ഗൾഫത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഗൾഫത്തെ കാര്യങ്ങൾ ക്യാമനാളെ 1-ാം തീയതി വരെ പറഞ്ഞാൽ തീരുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് വെറുപ്പിച്ചല്ല കാര്യങ്ങൾ പറഞ്ഞാണ്. ചിലർക്കൊക്കെ മനസ്സിലാവും, ചിലർക്ക് വെറുത്തുണ്ടാവും. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ. അബുദാബിയിൽ നിന്നൊരു പെട്ടി കിട്ടി, പെട്ടി തുറന്നപ്പോൾ ഹൃദയം പൊട്ടി, കത്ത് തുറന്നപ്പോൾ അതിലേറെ ഹൃദയം പൊട്ടി, ഇങ്ങനെ പൊട്ടി ഇന്നും നടക്കുകയില്ലേ. എത്ര സഹിച്ചാലും എന്നമാണൊരു കൂതം, എത്ര ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടെൻ മരളെ,
നീയൊരുങ്ങാതിരുന്നത് എത്ര നാള് കൊണ്ടു ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി ഒക്കെ പട ചട്ടിലിട്ട് പൊട്ടിത്തിട്ട് ചിത്രത്തിൽ ചേർച്ചും പോയി ഇനിയും നടക്കുകയില്ലേ. ഈ പാടിയ ആൾക്കാർ രണ്ടിനെ അടിച്ചു ചിലപ്പോൾ അതെ ഒക്കെ ഉണ്ടാക്കി പാടുന്ന ഒരു പാട്ടാട്ടോ. വരികളൊന്നും അറിയില്ല, നമ്മളങ്ങനെ മുഖത്തിലും പാടിയെന്നുള്ളൂ. ഏതായാലും തെറ്റുകളിനുള്ളിൽ നമുക്ക് ആ പാട്ടിൻ്റെ ആ ഇതുണ്ടല്ലോ, നമുക്ക് മനസ്സിൽ നിന്ന് പോകുന്ന പാട്ടുകളാണ്, അതുകൊണ്ട് പാടിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാനിത് സെയിൽ ചെയ്താണ്ട് ഇൻഷാല്ലാ പെട്ടെന്ന് വരാം. ഓക്കെ, പോയി കേട്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞു ഞങ്ങൾ ചട്ടിപ്പത്തിരി കൊണ്ടുപോയിട്ട് വരാം. ഓക്കെ, ടാറ്റാ. തിരിച്ച് ഓഫാക്കിയിട്ട് ആ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ട് വന്നു. ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടി പിന്നെ പത്തപ്പിരം ഡീലക്സ് ഓഡിറ്റോറിയത്തിൽ വന്നതാണ്. അപ്പോൾ വൈഫിൻ്റെ പിന്നെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ്. മോളെ കല്യാണത്തിൽ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ കുട്ടികളും പോകുന്നില്ല, ഓലൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ പോയി തരാനാണ് പോകുന്നത്. ഓല് പോരില്ലായിരുന്നു. നാളെ നമ്മളെ എൻ്റെ സ്നേഹിതൻ്റെ മകൻ്റെ കല്യാണം പെരുന്തൽമണ്ണ പിന്നെ പറയുന്നത് എന്താണ് കരിങ്കല്ലത്താണിയാണ്. അപ്പോൾ അതിന് നമ്മൾ പോകാമെന്നാണ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിങ്ങനെ നമ്മൾ രണ്ടാളത്തിൽ പോകുന്നതാണ്. അതുപോലെ ചങ്ങാഴ്ചകൾ ഇടവന്ന സാധനമായി വരുന്നുണ്ട് കാരണം ഇവിടെ കാത്തിക്കാണ്. ഓഡിറ്റോറിയത്തിന് മുന്നിലപ്പോൾ ഞങ്ങളില്ലേ, ഉള്ളിലേക്ക് കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചട്ടിപ്പത്ത് സെയിൽ ചെയ്താണ് നേരെ ഇങ്ങോട്ട് പോകുന്ന നിൽക്കുകയാണ്. കുളിച്ച് അവിടെ നിന്ന് മാറ്റി അടി ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള ചങ്ങാഴ്ചകൾ വന്നാലും ഉള്ളിൽ കയറും. ഇന്നത്തെ പരിപാടി അങ്ങനെയാണ്. അപ്പോൾ ഓഡിറ്റോറിയമാണ് കാണുന്നത്. ഇതിവിടെ പത്തപുരം വലിയൊരു ഓഡിറ്റോറിയമാണ്, ഡീലക്സ് പറഞ്ഞിട്ട്. നല്ല അത്യാവശ്യം സൗകര്യമുള്ള ഓഡിറ്റോറിയം തന്നെയാണ്. പത്തപ്പുറ ഭാഗത്ത് കല്യാണം വരുന്ന ഏകദേശം ഇവിടെ തന്നെ വരാം. ഓല് 4 ആൾ സ്കൂളിൽ നിന്നുള്ള ബന്ധാണ്. അപ്പോൾ ഓലെ പിന്നെ ചങ്ങാഴ്ചൻ്റെ ഒരു കുട്ടീൻ്റെ കല്യാണത്തിന് പോയതിനല്ല 4 ആൾ. അപ്പോൾ എന്നും ആ 5 ആൾ അപ്പോൾ ഒരു മൊത്തം 5 ആളുണ്ടായിരുന്നു. അപ്പോൾ ഓലൊന്നും ഒരുമിച്ച് എടുക്കുവാണെങ്കിലും ഒരു ഒരുമിച്ച് പോകുള്ളൂ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു ഒരുമിച്ച് ഒരുമ എന്നും ഉണ്ടാവുമല്ലോ. ആ സ്കൂൾ കഴിഞ്ഞ് അന്ന് മുതലേ അവൾക്ക് ഇപ്പോൾ ഒരുമ ഉണ്ട്. അങ്ങനെ നിലനിന്ന് പോട്ടെ. ഓലിപ്പോഴും തമ്മിൽ കോണ്ടാക്ട് എന്ന കാര്യം കണ്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഓരോ ഒരുമിച്ച് പോകും. കല്യാണങ്ങളുടെ മരിപ്പോൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും കൊണ്ടൊക്കെ വിളിച്ച് പറയാം. ആ ബന്ധം ഒന്നും നിലനിൽക്കും, എന്നും നിലനിർത്തട്ടെ പഠിച്ചവന്. നമുക്ക് പിന്നെ ഈ ബന്ധം കലല്ലേ. അവൽമിക്ക് കുടിച്ചാൽ കയറാണ്, പക്ഷേ അവൽമിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സലാഡ് കഴിക്കാം. കുട്ടികളൊന്നും പുതിയാപ്പിള കൊണ്ടാകുന്നത് ഞാനൊക്കെ പുതിയാപ്പിള കഴിക്കാറ്. നിങ്ങൾക്ക് അതിനേക്കാറല്ലേ